ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ദൈവവചനവുമായി ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫെസ്യർ ലേഖനം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 16 വരെയുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് വചനത്തിൽ നമ്മൾ ഉറച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചായിരുന്നു. അല്ലെങ്കിൽ ആത്മീക പരിജ്ഞാനം പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. നാം പക്വതയില്ലാത്തവരായാൽ, വചനത്തിൽ ഉറയ്ക്കാത്തവരായാൽ, ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ നാം തെറ്റിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. പല ഉപദേശങ്ങൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ അനേകം വിരുദ്ധ ഉപദേശങ്ങൾ ഉണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ പഠിച്ചു. കർണരസകമാകുമാറ് നമ്മളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന അനേക ഉപദേശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിലൊന്നും വീണു പോകാതെ ഇരിക്കണമെങ്കിൽ സത്യവചനത്തെ നമ്മൾ യഥാർത്ഥമാക്കി മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. രണ്ടാമത് നമ്മൾ പഠിച്ചത് അസ്ഥിരരാകും. സ്ഥിരതയില്ല, ഇങ്ങോട്ടോടും അങ്ങോട്ടോടും, അങ്ങനെ അല്ലേ? അങ്ങോട്ട് കേൾക്കുമ്പോൾ അത് നല്ലതാണെന്ന് തോന്നുമ്പോൾ അങ്ങോട്ടോടും, അത് കഴിഞ്ഞ് കുറച്ച് പേർ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇപ്പുറത്തോട്ട് പോകും. ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ. പിന്നെ കബളിപ്പിക്കപ്പെടും. കാരണം ഇങ്ങനെ സ്ഥിരതയില്ലാത്തവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കബളിപ്പിക്കാൻ എളുപ്പമാണ്. കുഞ്ഞുങ്ങളെ കൂട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇച്ചിരി എന്താ പറയുന്നേ, കളറൊക്കെ ഉള്ളതൊക്കെ കുഞ്ഞുങ്ങൾക്കും ശബ്ദമുള്ളതോ ഒക്കെ തിളക്കമുള്ളതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിലയില്ലാത്തതാണേലും അവർക്ക് അതിനോട് അട്രാക്ഷൻ കൂടുതൽ. കാരണം അവർക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അതുകൊണ്ട് സത്യവചനം അറിയാതെ ഇരുന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ കബളിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത്, അങ്ങനെയൊന്നും നമ്മൾ ആകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരണം. എവിടെ വരെയാ വളരേണ്ടത്? ക്രിസ്തു എന്ന തലയോളം വളരണം. അപ്പം നമ്മുടെ വളർച്ചയുടെ അളവുകോൽ ആരാണ്? ക്രിസ്തുവാണ്. നമ്മൾ ഇപ്പം ഞാൻ വേറൊരാളെ നോക്കിയല്ല ഞാൻ വളരണ്ടേ. അവർക്ക് അത്രയും അറിയാം, അല്ലെങ്കിൽ അവർ ഇത്രയും പഠിച്ചു, അയ്യോ അവരത്രേ പഠിച്ചുള്ളൂ, എനിക്ക് ഇത്ര അറിയാമല്ലോ ഒന്നുമല്ല. നമ്മുടെ അളവുകോൽ ക്രിസ്തുവായിരിക്കണം. അപ്പം നമ്മൾ എങ്ങനെ വളരണം? ക്രിസ്തുവിലും ക്രിസ്തുവിനോളവും വളരണം. അപ്പം നമ്മൾ ക്രിസ്തുവിനോളം വളരണമെങ്കിൽ നമ്മളിപ്പം ഒന്നും ആയിട്ടില്ല അല്ലേ? അപ്പം ക്രിസ്തുവിനോളം വളരണമെങ്കിൽ നാം എത്രത്തോളം വളർന്നുകൊണ്ടേ ഇരിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നാം ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത്, ആ വളരണമെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ ആ വളർച്ച പ്രാപിക്കുന്നത്? അത് ക്രിസ്തുവിൽ നിന്നാണ് വളർച്ച പ്രാപിക്കുന്നത്. അപ്പം ക്രിസ്തു, സഭയുടെ തല, സഭ ക്രിസ്തുവിന്റെ ശരീരം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സാധാരണ ശരീരത്തില് തല നിന്ന് ഓർഡർ സ്വീകരിച്ച് മറ്റ് അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ ക്രിസ്തുവാകുന്ന തലയിൽ നിന്ന് നാം ഓർഡർ സ്വീകരിച്ച് ഓരോ അംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ ആഗോള ദൈവസഭയുടെ ആ ശരിയായ അഭിവൃദ്ധിക്കും കൂട്ടായ പ്രവർത്തനത്തിനും ആത്മീക വർധനയ്ക്കും കാരണമായി തീരണം. അപ്പൊ ക്രിസ്തുവിൽ നിന്ന് ഓർഡർ സ്വീകരിച്ച് ശരീരമാകുന്ന സഭ വളരണം. വേറെ ആരിൽ നിന്നും അല്ല ഓർഡർ പ്രാപിക്കുന്നത്, ക്രിസ്തുവിൽ നിന്നാണ് ഓർഡർ പ്രാപിക്കുന്നത്. ഓർഡർ സ്വീകരിച്ച് അങ്ങനെ വളരണം. അപ്പം എങ്ങനെ വളരണം? എങ്ങനെയാണ് വളരുന്നത്? ക്രിസ്തു ഓർഡർ സ്വീകരിക്കുന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെയാണ് ഓർഡർ സ്വീകരിക്കുന്നത്? വചനപഠനം, പ്രാർത്ഥന എന്നിവയിലൂടെ നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത വചനം വായിക്കുമ്പോൾ നമുക്ക് ദൈവം മനസ്സിലാക്കി തരും. പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മെ തിരുത്തും. ദൈവത്തിന് നമ്മോട് സംസാരിക്കുന്നത്, നമ്മൾ എപ്പോഴും പറയും പ്രാർത്ഥനയിലൂടെയാണ് നാം ദൈവത്തോട് സംസാരിക്കുന്നത്, വചനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അത് ശരിയാണ്. നമ്മൾ വചനത്തിലൂടെയാണ് ദൈവത്തിന് കാര്യങ്ങളെ പഠിക്കുന്നത്. എന്നാലും പ്രാർത്ഥന എന്ന് പറയുന്നത് ആ ഒരു വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ അല്ല, അത് 2 സൈഡഡ് കമ്മ്യൂണിക്കേഷനാണ്. പ്രാർത്ഥനയിലൂടെയും ദൈവം നമ്മെ പഠിപ്പിക്കും,
വചന പഠനത്തിലൂടെയും നമ്മളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കും. പറഞ്ഞു, നമ്മൾ ഈ വചനത്തിൽ പഠിച്ച കാര്യങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്നത് ഇതെല്ലാം ജ്ഞാനമായിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് പ്രവൃത്തിയിൽ വന്നാലേ നമുക്ക് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം നമ്മളെ വചനപഠനം, പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിന്റെ ആ പ്രായോഗിക കാര്യങ്ങളിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കും. നമ്മൾ ക്രിസ്തുവിൽ നിന്ന് വളർച്ച പ്രാപിക്കണം. അപ്പൊ ഓരോ ക്രിസ്തുവിന്റെ സഭയിലെ ഓരോ അംഗങ്ങളും, ശരീരത്തിലെ ഓരോ അവയവങ്ങളും തലയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പം അങ്ങനെ തന്നെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളും ക്രിസ്തുവിനോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതുപോലെ തമ്മിൽ തമ്മിലും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ എന്തുവാ, അന്യോന്യം സംസാരിക്കും അല്ലേ. ശരീരത്തിന്റെ അവയവങ്ങൾ അന്യോന്യം സംസാരിക്കത്തില്ലേ. അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ കാലിന് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബലമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് അവയവങ്ങൾ കൂടി ചേർന്ന് നടത്തിപ്പിക്കും അല്ലേ. അതുപോലൊക്കെ തന്നെ നമ്മൾ ഒരാൾക്ക് ബലമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബലം പകർന്നു കൊടുക്കണം. അപ്പം നമ്മൾ മിക്കവാറും നടക്കാനും കാലിന് ബലത്തെക്കാളും കൂടുതൽ കുറവ് വരുന്നത് നമ്മുടെ മനസ്സിനായിരിക്കും ചിലപ്പോൾ അല്ലേ. കാലിന് ബലം ഉണ്ടെങ്കിലും ചിലപ്പോൾ മനസ്സുകൊണ്ട് പോകത്തില്ല. പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടി ചേർന്ന് കഴിഞ്ഞാലേ നമ്മുടെ ശാരീരികമായ ആ ഒരു വളർച്ച പ്രാപിക്കുന്നുള്ളത് പറഞ്ഞതുപോലെ ഓരോ അവയവങ്ങൾ. അതുകൊണ്ടാണ് സഭയിൽ വിവിധ കൃപാവരങ്ങളെ ദൈവം കൊടുത്തിരിക്കുന്നത്. ചിലരെ ഉപദേഷ്ടാക്കന്മാരും, ചിലരെ പ്രവാചകന്മാരും, ചിലരെ അപ്പോസ്തലന്മാരും, സുശേഷന്മാരും, ഇടയന്മാരും ആയി ഒക്കെ ആക്കിയിരിക്കുന്നു. എല്ലാവരെയും സുശേഷരാക്കത്തില്ല, എല്ലാവരെയും ഇടയന്മാരാക്കത്തില്ല, എല്ലാവരെയും പ്രവാചകന്മാരാക്കത്തുമില്ല. അതുപോലെ തന്നെ കൃപാവരങ്ങൾ, അത് ഞാൻ കൃപാവരങ്ങൾ ലഭിച്ച വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ ശുശ്രൂഷയിലുള്ളവരെ അല്ലാതെ തന്നെ ഓരോ അവയവങ്ങൾക്കും കൃപാവരങ്ങളുണ്ട്. ഓരോരുത്തരുടെയും കൃപാവരങ്ങൾ സ്വയം ആവശ്യത്തിനല്ല ദൈവം തന്നിരിക്കുന്നത്, പൊതുപ്രയോജനത്തിലാണ്. നമ്മൾ കൊരിന്ത്യ സഭയിൽ പഠിച്ചപ്പോൾ പറഞ്ഞു, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ കൃപാവരവും ഉണ്ടായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. സഭ കൂടി വരുമ്പോൾ എല്ലാവർക്കും ആ വചനത്തിൽ പറയപ്പെട്ട എല്ലാ കൃപാവരങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കൃപാവരങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് അവർ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് കാരണമായിത്തീരുന്നു. ചിലർ ഉപദേശിക്കും, ചിലർ പ്രവചിക്കും, ചിലർ പ്രബോധിപ്പിക്കും, ചിലർക്ക് ആശ്വാസമായി നിൽക്കും, ചിലർ സഹായം ചെയ്യും. അതിസൽക്കാരം വരെ ഒരു കൃപാവരങ്ങൾ ഉൾപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സഭയുടെ ശരിയായ പ്രവർത്തനം ശരിയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു കൈക്ക് ഒരു മുറിവ് പറ്റിയാൽ ബാക്കി അവയവങ്ങളൊക്കെ കണ്ണടച്ചിരുന്ന് അതിന്റെ മുറിവ് എങ്ങനെ കഴിയും? കൈക്ക് ഒരു മുറിവ് പറ്റിയാൽ മറ്റേ കൈ കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് തുടക്കിയൊക്കെ വേണ്ടായോ അല്ലെ. നമ്മുടെ കണ്ണ് കണ്ടില്ലെങ്കിൽ നമ്മുടെ കൈയുടെ മുറിവ് നമ്മൾ എങ്ങനെയാ കാണുന്നത്? ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ കൈക്ക് സെൻസേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുറിവ് കണ്ണ് കാണത്തില്ലെങ്കിൽ പിന്നെ വേദന എടുക്കത്തേ ഇല്ല അല്ലേ. അപ്പൊ അങ്ങനെ ഓരോ അവയവങ്ങളും കണ്ട് ചെയ്താൽ മാത്രമേ, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സഭയുടെ പൂർണ്ണമായ ആത്മീക വർധന വരത്തുള്ളൂ. അപ്പം എല്ലാ അവയവങ്ങളും ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ അവയവങ്ങൾ തമ്മിലും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും ഫോക്കസ് എവിടോട്ടായിരിക്കണം? ക്രിസ്തുവിലോട്ടായിരിക്കണം. ഒരാളും വേറൊരാളെ നോക്കിയല്ല വളരേണ്ടത്, മറ്റൊരാൾ എന്നെ നോക്കിയല്ല വളരേണ്ടത്. എല്ലാവരുടെയും ഫോക്കസ് ഒരാളെ ആയിരിക്കണം. കാരണം നമ്മളെ എല്ലാവരുടെയും ഡെസ്റ്റിനി ഒന്നാണ്. നമ്മളുടെ എല്ലാവരുടെയും പഴയ ഡെസ്റ്റിനി ഒന്നായിരുന്നു. നമ്മളെല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. എല്ലാവരും ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെട്ടവരായിരുന്നു. അങ്ങനെയുള്ള എല്ലാവരെയും സാത്താന്റെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവെച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുക. നാം എല്ലാവരും ഒരു രാജ്യത്തിലാണ്, ഒരു രാജ്യത്തിലേക്ക് പോകാനുള്ളവരാണ്. അതുകൊണ്ട് അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അതുപോലെ ഒരു സ്ഥലത്തേക്ക് പോകുന്നവരുടെ ഫോക്കസ് ആ ഒരു സ്ഥലം തന്നെ ആയിരിക്കാം. ക്രിസ്തുവിനെ നോക്കി
നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. കാരണം കാറ്റടിച്ച് അഴയുന്ന ആ പിന്നെ വലയ്ക്ക് ഒന്നും അങ്ങനെ ഞങ്ങൾ നമ്മൾ പോകാനൊന്നും പാടില്ല. നമ്മൾ നേരെ പോകണം. കാറ്റടിച്ചാൽ അത് ഉലയാനായിട്ട് പാടില്ല. കാറ്റടിക്കത്തില്ലേ? ഉണ്ട്, ഇഷ്ടംപോലെ കാറ്റടിക്കും അല്ലേ? കാറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ചുറ്റും കാറ്റുകളാണ്. അപ്പൊ ആ കാറ്റിലൊന്നും മുഴഞ്ഞലഞ്ഞു പോകുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് എവിടെ വരെ വളരണം? ക്രിസ്തു എന്ന തലയോളം വളരണം. ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ ക്രിസ്തുവാകുന്ന തലയിൽ നിന്ന് ആജ്ഞ സ്വീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പം കൂട്ടായ ശരീരത്തിൽ അവയവങ്ങളെല്ലാം കൂട്ടായി പ്രവർത്തിക്കുന്നത് പോലെ നാം അതുപോലെ പ്രവർത്തിക്കണം. അന്യോന്യം കൈത്താങ്ങണം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്കിനി 17-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 17ഉം 18ഉം 19ഉം വാക്യങ്ങൾ വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ജനറലായിട്ട് ഞാനങ്ങ് പറഞ്ഞു പോകുക. ഓരോ വാക്യം എടുത്ത് അങ്ങനെ ഇനി അടുത്തതൊന്നും പറയുന്നില്ല, പെട്ടെന്ന് നമുക്ക് പഠിച്ചു പോകാം. 17, 17, 18, 19. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പഴയ മനുഷ്യന്റെ സ്വഭാവ വിശേഷതകൾ പറയുന്നു. അത് ദൈവീകമല്ലാത്ത ഒരു നടപ്പ് പറയുകയാണ്. നിങ്ങൾ അങ്ങനെയാകരുത്. എന്തുകൊണ്ട്? നിങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനി മാറി, നിങ്ങളുടെ ഫോക്കസ് മാറി, നിങ്ങളുടെ വളർച്ച മാറി, എല്ലാം നിങ്ങൾക്ക് വേറെ വഴിയിലാണ് പോകുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ നിങ്ങൾ ഇനി ആയിത്തീരും. നമ്മുടെ വഴി എങ്ങനെയായിരുന്നു എന്നാ 4-ാം അധ്യായം പറഞ്ഞു തുടങ്ങിയത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അപ്പൊ നമ്മുടെ വിളി ഇപ്പം മാറ്റമുണ്ട്, നമ്മുടെ ഫോക്കസ് മാറ്റമുണ്ട്. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾക്കും മാറ്റം വരണം. ആകയാൽ therefore, അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ആകയാൽ പറഞ്ഞത്? നിങ്ങളുടെ കണക്ഷൻ മാറി അല്ലേ? നമ്മുടെ കണക്ഷൻ ഇപ്പൊ ആരോടാ? പണ്ട് ഈ ലോകത്തോടായിരുന്നു കണക്ഷൻ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അധികാരത്തിനോടായിരുന്നു കണക്ഷൻസ്. നമ്മൾ സാത്താനോട് കണക്ഷൻ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഈ ദൈവത്തോടും കണക്ഷൻ അല്ലെങ്കിൽ സാത്താനോട് തന്നെ കണക്ഷൻ. അപ്പൊ ആ കണക്ഷൻ എന്നൊക്കെ ഇങ്ങോട്ട് വിട്ടുമാറിയിട്ട് ക്രിസ്തുവിനോടാണ് നമ്മുടെ കണക്ഷൻ വന്നിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ മറ്റുള്ളവരെ പോലെ നടക്കരുതേ, ലോകത്തിലുള്ളവരെ പോലെ ആകരുത്. നമ്മൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. അന്ന് നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവര് അകൃതർമ്മിക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു അല്ലേ? അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരെന്നൊക്കെ നമ്മൾ ആ 2-ാം അധ്യായത്തില് പഠിച്ചതല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരായിരുന്നു നമ്മള്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ദിശ മാറി, നമ്മുടെ ഫോക്കസ് മാറി, നമ്മുടെ ഡെസ്റ്റിനി മാറി, നമ്മുടെ പർപ്പസേ മാറിപ്പോയി. നമ്മുടെ ഫോക്കസ് നമ്മുടെ ഡെസ്റ്റിനി മാറുമ്പോൾ നമ്മുടെ പർപ്പസേ മാറിപ്പോകല്ലേ? അപ്പൊ നമ്മുടെ പർപ്പസേ മാറിപ്പോയി. നിങ്ങൾ ഇനി അങ്ങനെ ആകരുത്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ പൗലോസ് നമ്മൾ എവിടെയാണെന്നും എങ്ങനെയായിരിക്കണം, നമ്മുടെ ക്രിസ്തുവിലെ പൊസിഷൻസും എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ അങ്ങനെ ആകരുത്. കാരണം അല്ലാതെ 1-ാം അധ്യായത്തിലെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞായിരുന്നെങ്കിൽ നമ്മളതൊന്നും കേൾക്കത്തില്ലായിരുന്നു. കാരണം ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഇത്രത്തോളം സമ്പത്തുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ആ പൊസിഷൻ ഉണ്ട് അന്ന് പറയുമ്പോഴാണ് നിങ്ങളുടെ പഴയ വിളികളെയൊക്കെ വിട്ടിട്ട്, അല്ല നമ്മൾ ഇപ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് കളയണമെങ്കിൽ നമ്മൾ ഇച്ചിരി വലിയത് നമ്മൾ കണ്ടിട്ടേ കളയത്തുള്ളൂ അല്ലേ? ചിലർ പറയുന്നുണ്ട് കഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യരുത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് വിട്ടാലേ അപ്പുറത്ത് കിട്ടത്തുള്ളൂ. പൗലോസ് പറയുന്നത്, ഞാൻ പിമ്പിലുള്ളതെ മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൻ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു.
ഈ ലോകത്തിലെ ചില സാധനങ്ങൾ നമ്മൾ നേടണമെങ്കിൽ നമ്മുടെ ചില കാര്യങ്ങളെ നമ്മൾ ഒഴിഞ്ഞു കളയുന്നത് പോലെ, അതുപോലെയല്ല, അതിലും വിലപ്പെട്ട നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഈ ലോകത്തിലെ പല കാര്യങ്ങളും നാം ത്യജിക്കേണ്ടി വരും. നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരാണ്. ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നാം മരിച്ചവരാണ്. മരിച്ചവർ ഈ ലോകത്തിലെ ആ കാര്യങ്ങളിൽ നമ്മുടെ ഫോക്കസ് ആയിരിക്കുകയില്ല. അപ്പം നമ്മളുടെ വിളിയും തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ്. അപ്പോൾ നാം ക്രിസ്തുവിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ടവരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയത്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് നാം. ക്രിസ്തുവിന് വേണ്ടി നമ്മെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത്? ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയിലുമായിരിക്കണം നാം നടക്കേണ്ടത്. പൗലൂസ് കൊരിന്ത്യ സഭയെക്കുറിച്ച് ഭയപ്പെട്ടതുപോലെ ദൈവം നമ്മളെക്കുറിച്ച് ഭയപ്പെടാനായിട്ട് ഇടയായി തീരരുത്. സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ ക്രിസ്തുവിനുള്ള ഏകാഗ്രത നിർമ്മലയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് പൗലൂസ് ഭയപ്പെട്ടായിരുന്നു. അതേപോലെ നമ്മളെക്കുറിച്ച് ആരും ഭയപ്പെടാനായിട്ട് ഇടയാക്കരുത്. പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. നമ്മുടെ വിളി വ്യത്യസ്തമാ. തൻ്റെ പുത്രൻ്റെ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തത്. വെറുതെ ഈ ലോകത്തിലെ വെള്ളിയും പൊന്നും ഒന്നും കൊണ്ടല്ല നമ്മളെ വീണ്ടെടുത്തത്. നമ്മളെ വീണ്ടെടുത്ത ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് വീണ്ടെടുത്തത്. ഈ ലോകത്തിൽ ഒന്നിനും വിലമതിക്കാൻ പറ്റാത്തതാണ് ക്രിസ്തുവിന്റെ രക്തം. ഒന്നിനും. അങ്ങനെ ഒരു രക്തത്താലാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. അപ്പം നമ്മുടെ വിളി വ്യത്യസ്തമാണ്, നമ്മുടെ ഫോക്കസ് വ്യത്യസ്തമാണ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയും വ്യത്യസ്തമായിരിക്കണം. ഇപ്പൊ ഈ ലോകത്തിലെ മനുഷ്യരുടെ 4 സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവർ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നു. രണ്ടാമത്, അവർക്ക് അന്ധത പിടിച്ചിരിക്കുക. മൂന്നാമത്, അവർ ദൈവമില്ലാത്തവരായി. നാലാമത്, അവരെ പ്രവൃത്തികളും അവരുടെ സ്വഭാവങ്ങളും ദൈവമില്ലാത്തവരുടെ പ്രവൃത്തി ആണ്. അപ്പൊ ഒന്നാമത്, അവർ വ്യർത്ഥ ബുദ്ധികളായി നടക്കുന്നു. അപ്പം വ്യർത്ഥ ബുദ്ധി അനുസരിച്ചു നടക്കുന്നു. വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുക സ്വയമായ ബുദ്ധിയിലല്ല, അല്ലെങ്കിൽ സ്വതവേ ഉണ്ടായിരിക്കേണ്ട ബുദ്ധിയിലല്ല നടക്കുന്നത്. ബൈ ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ദിയർ മൈൻഡ്. അവർ തങ്ങളുടെ യുക്തി സഹജമായി ചിന്തിക്കുന്നു. അപ്പം തങ്ങളുടെ ബുദ്ധിയിലും കഴിവിലും അവർ ആശ്രയിക്കുന്നു. അവർ തങ്ങളുടെ ബുദ്ധിയിലും കഴിവിലും അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ പോലെ നമ്മൾ എല്ലാം സെൽഫ് അപ്പ് ചെയ്തേക്കണം, അല്ലേ? വേറെല്ലാം പോട്ടെ, കർത്താവൊന്നും വേണ്ട, നമ്മളിൽ പ്രശംസിക്കണം. നമ്മൾ ആരാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം, അല്ലേ? നമ്മൾ എവിടെ ആയിരിക്കും എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. നമ്മൾ എന്തോ എനിക്കിപ്പം കുറച്ച് കഴിഞ്ഞ് എന്താ പറയുന്നത്, ഞാൻ കുഞ്ഞിലേ ആകുമ്പോഴേ അല്ലെ കൊച്ചാകുമ്പോഴേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നീ ഒരു ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം എന്നുള്ള, അല്ലേ? അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഫോക്കസ് അതാ. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ എന്തോ ആയിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നുവോ ഞാനത് ആഗ്രഹിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ സെൽഫിനെയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എവിടെ ആയിത്തീരണ്ടേ? ക്രിസ്തുവിനൊപ്പവുമായി തീരണം. അപ്പൊ ഈ ലോകത്തിൻ്റെ ആളുകൾ ചിന്തിക്കുന്നത് പോലെയല്ല. അവർ സ്വന്തമായ കഴിവിൽ അഭിമാനിക്കുകയും അതുപോലെ അഹങ്കരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശനം ഇല്ല. അഹങ്കാരികൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശനമില്ല. സ്വയത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടെ എത്താനായിട്ട് കഴിയത്തില്ല. റോമാലേഖനം 1:21 22 പറയുന്ന പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത് വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായിത്തീർന്നു. തങ്ങളുടെ മനസ്സിൽ തോന്നിയതനുസരിച്ച് പ്രവർത്തിക്കുന്നു.
അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികളെന്ന് പറഞ്ഞ് അവർ മൂഢരായി പോയി. അപ്പം അവർ തന്നെ പറയുക ഞങ്ങൾ ജ്ഞാനികളാണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ കർത്താവിനോട് കൂടെ വരുമ്പം നമ്മളെ ക്രൂശിക്കുകയാണ്, നമ്മുടെ സെൽഫിനെ ക്രൂശിക്കുക. നമ്മുടെ സെൽഫും കൊണ്ട് കർത്താവിൻ്റെ കൂടെ പോകാനായിട്ട് നമുക്ക് കഴിയുകയില്ല. നമ്മുടെ സെൽഫ് ഡിനയിലാണ് കർത്താവിൻ്റെ കൂടെ പോകുക എന്നുള്ളത്. എത്രത്തോളം നാം ക്രിസ്തുവിൽ വളരുമോ അത്രത്തോളം നമ്മുടെ സെൽഫ് താണുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ക്രിസ്തുവിൽ വളരുകയാണെങ്കിൽ നമ്മുടെ സെൽഫ് താണുകൊണ്ടേയിരിക്കണം. എപ്പോഴും എനിക്ക് എന്നെ തന്നെ കർത്താവിൻ്റെ താഴ്ത്തി കേൾക്കുന്നു. അപ്പോൾ നമ്മൾ ആത്മീക പരിജ്ഞാനം പ്രാപിക്കുന്നവരായിത്തീരും. നമ്മൾ എപ്പോഴും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ, സെൽഫ് നമുക്ക് എപ്പോഴും ഉണ്ട്. സെൽഫാ മുന്നേ വരുന്നത്. ആ സെൽഫ് ഒഴിഞ്ഞിട്ട് നമുക്ക് വേറൊന്നിനും സമയമില്ല. ആ സെൽഫ് എല്ലാം താഴെ ഇങ്ങ് പോരണം. നമ്മുടെ സ്വന്തത്തിൽ ആശ്രയിക്കാതെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് മുമ്പോട്ട് പോയാലേ നമുക്ക് എഴുതാം. അപ്പൊ ക്രിസ്തു വിശ്വാസികൾ ഈ ലോകത്തിലെ ഒന്നിനെയും അല്ല നോക്കി നടക്കുന്നത്, അവര് ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ നോക്കിയാ നടക്കുന്നത്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കാണുന്ന പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാണുന്ന പ്രത്യാശയല്ല, നാം കാണാത്തതിനായ പ്രത്യാശയ്ക്ക് അതിനായി ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിലുള്ളതെല്ലാം ഒരു കാണുന്നതിനെ പ്രത്യാശിക്കുമ്പോൾ ദൈവമക്കൾ പ്രത്യാശിക്കുന്ന കാണാത്തതിനെയാ. ഒന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ, 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ ജീവിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പം നമ്മൾ ഈ ലോകത്തിലെ യാഥാർത്ഥ്യത്തെ നോക്കി പോയി കഴിഞ്ഞാൽ ഇത് കാണുന്നതാ, ഇത് നശിച്ചു പോകുന്നതാ. പക്ഷേ കാണാത്ത നിത്യമായ ഒരു യാഥാർത്ഥ്യത്തെ നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം നാം കാണുന്ന ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ നോക്കിയാണ് നാം സഞ്ചരിക്കേണ്ടത്. ഇവർ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നു, സ്വന്തം ബുദ്ധി അനുസരിച്ച് നടക്കുന്നു. അവര് വിചാരിക്കുന്നു ഞങ്ങൾ അറിവുള്ളവരാണ്, ഞങ്ങൾ ജ്ഞാനികളാണ്, ഞങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത്, അങ്ങനെ പറയുന്നത് അവർ വ്യർത്ഥബുദ്ധിയാണ്. അവർ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി പോയി. ഇനി രണ്ടാമത്, അന്ധത പിടിച്ചിരിക്കുന്നു. അന്ധത പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഇവിടെ പറയുന്നുണ്ട്, അവർക്ക് എവിടെയാ അന്ധത പിടിച്ചിരിക്കുന്നത്? മനസ്സിന് അന്ധത പിടിച്ചിരിക്കുന്നത്. കണ്ണിനല്ല അന്ധത പിടിച്ചിരിക്കുന്നത്, മനസ്സ്, അവരുടെ ഹൃദയം തഴമ്പിച്ചു പോയി എന്നല്ലേ നമ്മൾ വായിക്കുന്നേ അവിടെ. അവർ ഹൃദയകാഠിന്യ നിമിത്തം, അല്ലെ, അങ്ങനെയല്ല, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൽ നിന്നകന്ന മനം തഴമ്പിച്ചു പോയിരിക്കുക. അവരുടെ ഹൃദയത്തിനാണ് കാഠിന്യം സംഭവിച്ചിരിക്കുന്നത്. ഹൃദയമാണ് അന്ധമായി പോയത്. അപ്പൊ അവരുടെ ഹൃദയത്തിന് അന്ധത പിടിച്ചിരിക്കുന്നു, മനം തഴമ്പിച്ചു പോയിരിക്കുന്നു. അപ്പൊ ഹൃദയം ഇരുണ്ടുപോയി. നമ്മൾ പഴയ നിയമത്തിന്റെ രീതിയിലൊക്കെ 2 കൊരിന്ത്യർ 3-ാം അധ്യായമൊക്കെ നോക്കി പറയുന്നത് പോലെ മൂടുപടം അവിടെ കിടപ്പുണ്ട്. മോശയുടെ പുസ്തകം ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ മൂടുപടം ഇന്നും മാറാതെ അവിടെ ഹൃദയങ്ങൾ തന്നെ ഇരിക്കുന്നുണ്ടെന്നാ പറയുന്നത്, അല്ലേ? അപ്പം മോശയുടെ പുസ്തകത്തിൽ നിന്നൊക്കെ ഇങ്ങ് മാറി വന്നിട്ട് ക്രിസ്തുവിന്റെ പുസ്തകത്തിലേക്ക് തിരിയണം. ക്രിസ്തുവിങ്കലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അപ്പൊ ക്രിസ്തുവിൽ വരുന്നത് വരെ ആ മൂടുപടം അങ്ങ് അവിടെ കിടക്കുക. അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ദൈവം കൂടെയുണ്ടെന്ന് പറഞ്ഞാലും നമ്മള് പഴയ നിയമത്തിൽ വായിക്കുമ്പോഴേ, 2 കൊരിന്ത്യർ 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ, അവർ എല്ലാവരും ഇസ്രായേലിൽ നിന്ന് അവിടെ കനാനിലേക്ക് പുറപ്പെട്ട ഒരു ജനം എല്ലാവരും മോശയോട് കൂടെ, അല്ലെ, സമുദ്രത്തിലും മേഘത്തിലൂടെ കടന്ന് മോശയോട് കൂടെ പോയെന്നല്ലേ പറയുന്നത്. പക്ഷേ അവര് മോശയോടും ദൈവത്തോടു കൂടെ നടന്ന് അഗ്നിസ്തംഭമായി മേഘത്തൂണായി ഒക്കെ കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇച്ചിരി അങ്ങോട്ട് കഴിയുന്നതിന് മുമ്പേ പിറുപിറുക്കാൻ തുടങ്ങി, പരസംഗം ചെയ്യാൻ തുടങ്ങി, വിഗ്രഹാരാധന തുടങ്ങി, പിറുപിറുപ്പ് തുടങ്ങി, അല്ലേ, പരീക്ഷ തുടങ്ങി, എല്ലാം തുടങ്ങി. എന്തുകൊണ്ടാ? ദൈവം കൂടെ ഉണ്ടായിട്ടും ഹൃദയത്തിന്റെ ആ മൂടുപടം പോയിട്ടില്ലായിരുന്നു, അല്ലേ? നമ്മൾ പറയും ക്രിസ്ത്യാനികളെല്ലാം ദൈവത്തെ കൂടെ പിടിച്ചോണ്ടിരിക്കാൻ, ദൈവം നമ്മുടെയൊക്കെ പോക്കറ്റിലാണെന്നാണ് പറയുന്നത്. പക്ഷെ പോക്കറ്റിൽ ഇരിക്കത്തേ ഉള്ളൂ, അകത്ത് കയറത്തില്ല. പോക്കറ്റിൽ ഇരിക്കുന്ന പറഞ്ഞാൽ ബൈബിൾ പോക്കറ്റിൽ ഇരിക്കുന്നതായിരിക്കും പറയുന്നത്. പക്ഷെ പോക്കറ്റിലും കയ്യിലും ബാഗിലും പിന്നെ വീട്ടിൽ എവിടെയൊക്കെ വെക്കാമെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ അകത്ത് കയറണം. അകത്ത് കയറിയാൽ മാത്രമേ ഈ ഹൃദയത്തിന്റെ അന്ധത പിടിച്ചിരിക്കുന്നത് മാറുവാനായിട്ട് പോകത്തുള്ളൂ. അപ്പൊ അജ്ഞാനം നിമിത്തം അവർ നടക്കുന്നു. ജ്ഞാനം കയ്യിലിരിപ്പുണ്ട്, പക്ഷെ അകത്ത് ജ്ഞാനമില്ലാതായി പോകുന്നു. അപ്പൊ അവര് മായയുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്.
ശലോമോൻ പറഞ്ഞതുപോലെ സകലതും മായ. പക്ഷെ അവസാനം ശലോമോന് മനസ്സിലായത്, വീട്ടിൽ എനിക്ക് മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെയും കിട്ടി, എന്തൊക്കെ ആഗ്രഹിക്കാന്ന് പറഞ്ഞാൽ എല്ലാം സമ്പാദിച്ചു. അവസാനം പറയുന്നത് ഇതെല്ലാം മായ, എനിക്ക് കണ്ണിന് ലാവണ്യമായതിനെ എല്ലാം ഞാൻ ആഗ്രഹിച്ചു, ഞാൻ പിടിക്കുകയും ചെയ്തു. സമ്പത്തുണ്ടായിരുന്നു, എന്തോ കൈ കിട്ടിയതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ബുദ്ധി ഉണ്ടായിരുന്നു, ജ്ഞാനം ഉണ്ടായിരുന്നു, സകല മനുഷ്യരുടെ ജ്ഞാനം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം മായയായിരുന്നു അവസാനം പറയാനായിട്ട് ഇടയും. ശലോമോന് ദൈവം കുറച്ച് സമയം കൊടുത്തായിരുന്നു, പക്ഷെ നമുക്കറിയത്തില്ല നമുക്ക് ഇനി എത്ര സമയം ദൈവം തരുന്നെന്ന്. അടുത്ത നിമിഷം നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ മായയായെന്ന് പറയാൻ പോലും നമുക്ക് സമയം കാണത്തില്ല. അതുകൊണ്ട് ഇപ്പൊ കേൾക്കുന്ന സമയത്ത് തന്നെ കേൾക്കുന്നവരെല്ലാം മനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക, അത്രയേ ഉള്ളൂ. അപ്പം അവര് ആ ലോകത്തിൽ, മായയുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. ആത്മീക സത്യങ്ങളെ അവർ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥമായ ദൈവത്തിന്റെ പരിജ്ഞാനത്തെ തള്ളിക്കളഞ്ഞ് അവര് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നുണ്ട്. അവർ ഹൃദയം കഠിനപ്പെട്ടു പോയി. അവിടെ അന്ധത പിടിച്ചിരിക്കുക, കണ്ണിനല്ല അന്ധത പിടിച്ചിരിക്കുന്ന, ഹൃദയത്തിന് അന്ധത പിടിച്ചിരിക്കുന്നു. യഥാർത്ഥമായി ചിന്തിക്കാൻ പോലും അവർക്ക് കഴിവില്ലാതെ അവരായിരിക്കുന്നു. മനസ്സ് കഠിനപ്പെട്ടു പോയി. ഹൃദയത്തിന് പരിജ്ഞാനം വന്നിട്ടില്ല. ലോകജ്ഞാനം ഉണ്ട്, പക്ഷെ ദൈവജ്ഞാനം ഇല്ല. ലോകജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പ്രയോജനമില്ല. ദൈവജ്ഞാനം ഇല്ലെങ്കിൽ, ലോകത്തിലൊന്നുമില്ലെങ്കിലും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അവര് അന്ധത പിടിച്ചിരിക്കുന്നതുകൊണ്ട് എന്തോ ഇല്ല, ദൈവമില്ലാത്തവര് അവരായി. മൂന്നാമത് അവർ ദൈവമില്ലാത്തവരായി. ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചു പോയിരിക്കുക. അപ്പം മനസ്സെല്ലാം കഠിനപ്പെട്ടു പോയിരിക്കുകയാണ് ചെയ്യുന്നത്. ഫറവോൻ കഠിനമാക്കിയതുപോലെ ആദ്യം ഫറവോൻ കഠിനമാക്കി, പിന്നെ ദൈവം അവരെ കഠിനമാക്കി കളഞ്ഞല്ലേ. നമ്മള് റോമാലേഖനത്തിലും അങ്ങനെയാ പറയുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, ദൈവത്തെ അറിഞ്ഞിട്ട് ആ ദൈവത്തെ അറിയാതെ അങ്ങ് ദൈവം അല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഈ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ച് അങ്ങനെ പോകുമ്പോൾ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിന് ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അങ്ങനെ ദൈവം ഓരോന്നിലും ഏൽപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. കാരണം ദൈവം കൊടുത്ത സമയത്ത്, ദൈവത്തെ വിളിക്കാനുള്ള സമയത്ത് ദൈവത്തെ വിളിക്കാതെ നടന്നപ്പോൾ ദൈവം അവരെ അങ്ങനെ ഏൽപ്പിച്ചു. അല്ല, തന്നെത്താൻ പോയി, പക്ഷേ ദൈവം പിന്നെ അവർ തിരിച്ചു വരാതെ വണ്ണം അവരെ, അല്ലേ, അങ്ങനെ 1-ാം അധ്യായം അങ്ങനെയല്ലേ റോമാലേഖനം പറയുന്നത്, അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പൊ അങ്ങനെയാ പറയുന്നത്, ഏൽപ്പിച്ചു. ആരാ ഏൽപ്പിച്ചേ? അവർ ഓൾറെഡി ഏൽപ്പിച്ചു. അത് തിരിച്ചു വരാതെ വണ്ണം ദൈവവും ഏൽപ്പിച്ചു. കാരണം ദൈവത്തിന്റെ ജ്ഞാനത്തെ അവർ വ്യർത്ഥമാക്കി കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അതുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നു. അപ്പം ദൈവമില്ലാത്തവരായി, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയി. അപ്പൊ ഇവിടെ തല വെട്ടിക്കളഞ്ഞ അനുഭവത്തിൽ ആയിപ്പോയി. ശരീരത്തിന് തലയില്ലെന്നുണ്ടെങ്കിൽ ഇല്ല, കാരണം ജീവൻ പ്രാപിക്കുന്ന തലയിൽ നിന്നാണ്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയി, ദൈവികമായ ജ്ഞാനം പ്രാപിക്കാത്തവരായി, ദൈവത്തിന്റെ സത്യം മനസ്സിലാക്കാതെ ഹൃദയത്തെ കഠിനമാക്കുന്നതിനാൽ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് അവർ പോയി. തങ്ങളുടെ ആ ജീവിതത്തിന്റെ സദാചാര മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നവരെ. പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപത്തെ സ്നേഹിക്കുന്ന അവസ്ഥയിലായിപ്പോയി. കാരണം പാപമായി അംഗീകരിക്കാൻ കഴിയുന്നില്ല, അല്ലേ? സത്യദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ പാപമാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ ചുറ്റും, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ചുറ്റും നമ്മൾ വെളിയിൽ ഇറങ്ങി പോകുമ്പോൾ കാണുന്നത് കാഴ്ചകള്, ചെയ്യുന്നത് പാപമാ. മീഡിയയിൽ ചെയ്യുന്ന ഫുൾ പാപമാ. അതെല്ലാമായിട്ടും അതത് ന്യൂനോമായി. നമ്മൾ കോവിഡിന്റെ കാലത്ത് മാസ്ക് ധരിച്ചത്, ആദ്യമൊക്കെ മാസ്ക് ധരിച്ചവരെ എല്ലാവരും കളിയാക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും മാസ്ക് ധരിച്ചപ്പം മാസ്ക് ഇല്ലാത്തവരെ കളിയാക്കാൻ തുടങ്ങിയല്ലേ. ഇത് നോമായി മാറി, ഒരു ന്യൂ നോമായിട്ട് മാറി. അത് പാപം ചെയ്യുന്നത് ജീവിതത്തിന്റെ ഭാഗമായി മാറി. അതുകൊണ്ട് പാപം എന്താ, ഇപ്പം പാപം അല്ലാന്ന് തിരിച്ചറിയാൻ പോലും ഒരു മനസ്സ് ഇല്ലാതെയായി. കാരണം എന്താ? ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമിച്ചു പോയവരായി. നമ്മള് 2-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥ. മരിച്ചവർക്ക് പരിജ്ഞാനമില്ല, അവർക്കത് ചിന്തിക്കാനുള്ള കഴിവില്ല. ഫ്ലോട്ടിലേക്ക് ഡെഡ് ബോഡി, അങ്ങോട്ടിട്ട് അങ്ങോട്ട് പോകും, ഇങ്ങോട്ടിട്ട് അങ്ങോട്ട് പോകും എന്ന് വെച്ചാൽ ലോകത്തിന്റെ മോഹങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
എന്താ പറയുക, ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീർന്നു. അപ്പം ദൈവമില്ലാത്തവരായി, ദൈവത്തിന്റെ ജീവൻ നിന്ന് പോയി, ദൈവത്തിന്റെ ജീവൻ നഷ്ടമായി. പിന്നെ ചിന്തിക്കാനുള്ള കഴിവില്ല. തങ്ങളുടെ വൃദ്ധ ബുദ്ധി അനുസരിച്ച് തങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ആകരുത്. നമ്മള് അവര് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് തോന്നുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതല്ല ചെയ്യുന്നത്, നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നവരായി തീരും. അപ്പൊ ഇവിടെ ദൈവമില്ലാത്തവരായി. അപ്പം അത് കഴിയുമ്പോൾ ദൈവമില്ല എങ്കിൽ അവരുടെ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? 3 കാര്യങ്ങളാണ് അവരുടെ സ്വഭാവം. അത്യാഗ്രഹമുണ്ടായി, അശുദ്ധി ഉണ്ടായി, ദുഷ്കാമം. അത്യാഗ്രഹം, അശുദ്ധി, ദുഷ്കാമം ഇവയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നിലും തൃപ്തി വരുന്നില്ല, വഴിവിട്ട് നടക്കുന്നു, സത്യം പറയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അശുദ്ധിക്കും ദുഷ്കാമത്തിനും തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയും ഇപ്പം നമ്മളിൽ അശുദ്ധിയില്ല, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ദുഷ്കാമമില്ല, പക്ഷെ അത്യാഗ്രഹമില്ലേ ഇപ്പോഴും? അപ്പം നമുക്കും ദൈവത്തിന്റെ ജീവൻ ഉണ്ടോ? നമ്മൾ നമ്മെ തന്നെ ചിന്തിക്കണം, അല്ലേ? നമ്മൾ എല്ലാവരും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ചിലപ്പം ഭയങ്കര അത്യാഗ്രഹമാ. അവരുടെ കയ്യിൽ അതിരിക്കുന്ന കാണുമ്പോൾ നമുക്കത് വാങ്ങിക്കാനുള്ള ആഗ്രഹം. നമ്മുടെ സെൽഫിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ എന്താ സ്വയത്തെ ഇച്ചിരി ഭംഗിയായിട്ട് ഒരുക്കിക്കൊണ്ട് കിടക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നാം ആലോചിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത്യാഗ്രഹികൾ, ദുർനടപ്പുകാർ, അശുദ്ധർ, ഇങ്ങനെയുള്ളവർ അവിടെ പോകത്തില്ല, ക്രിസ്തുവിന്റെ രാജ്യത്തിന് കൂട്ടാളികളാകില്ല. രാജ്യത്തിൽ ആർക്കും പ്രവേശനമില്ല. അപ്പൊ അത്യാഗ്രഹം അതിന്റെ കൂട്ടത്തിലുള്ളതാണ്. അപ്പം നമ്മളുടെ ആഗ്രഹങ്ങൾ അത്യാഗ്രഹം ആയി പോകരുത്. അപ്പം കൊലോസ്യ ലേഖനം 3:5-6 ഇങ്ങനെ പറയുന്ന, ഈ വക നിമിത്തം ദൈവകോപ അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നു. ഏതൊക്കെയുള്ളവരില്ല? വായിക്കാം 5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, വേറെ എടുത്ത് പറയുന്ന വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം, അല്ലേ? ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ദൈവകോപത്തിന് നാം ഇരയായി തീരുകയാണ് ചെയ്യുന്നത്. നമുക്ക് റോമാലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ കോപം ചരതിച്ചു വെച്ചുകൊണ്ടേയിരിക്കുക. ഓരോന്ന് ചെയ്യുമ്പോഴും അത് ചരതിച്ച് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. നമ്മള് കൊരിന്ത്യ റോമാലേഖനത്തിലൊക്കെ അവസാനമൊക്കെ ഭയങ്കര ഈ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ആഴ്ചവട്ടത്തിന്റെ ഓരോ നാൾ ഓരോരുത്തൻ അവനവന്റെ കയ്യിലുള്ളത് ചരതിച്ചു വെക്കണം, കൂട്ടി വെക്കണം എന്ന് പറഞ്ഞു. അതുപോലെ അവിടെ കൂട്ടി വെക്കണമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ദൈവത്തിന്റെ കോപം നമ്മൾ ചരതിച്ചു വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവത്തിന്റെ കോപം എല്ലാം കൂടെ കൂട്ടി വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന്റെ കോപം സമ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ നടക്കുന്നു. ഒന്ന് വായിച്ചു നോക്കാം, റോമാലേഖനം 2:4 മുതലുള്ള വാക്യങ്ങൾ. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ദൈവത്തിന് ദയയുണ്ട്, ദൈവത്തിന് ക്ഷമയുണ്ട്, ദൈവത്തിന് ദീർഘശാന്തിയുണ്ട്. എന്നിട്ടും അങ്ങനെയുള്ള ദൈവത്തിന്റെ ക്ഷമയും ദയയും ദീർഘശാന്തിയും ഒന്നും നമുക്ക് വേണ്ടാതെ നാം എന്തോ ചെയ്യുന്നു? വീണ്ടും മാനസാന്തരത്തിലേക്ക് തിരിയാതെ നേരെ അങ്ങ് പോയ വഴി കൂടെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുക ചെയ്യുന്നത്, കൂട്ടി വെക്കുക ചെയ്യുന്നത്, ആഡ് ഓൺ ചെയ്യുക ചെയ്യുന്നത്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ കോപം, നമ്മൾ ദൈവത്തിന്റെ ജീവിതം അകന്നു പോയാല് കോപം കൂട്ടി വെച്ചുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് പറയുന്നു, അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. അപ്പൊ ഏറ്റവും നല്ലത് കാര്യം എന്ന് പറയുന്നത്, ദൈവാത്മാവ് ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുമ്പോ എന്താ? മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരിക. അത്രയും മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു വാക്ക് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ദൈവത്തിന്റെ കോപം ചരതിച്ചു വെക്കണ്ട, കൂട്ടി ഒന്നും വെക്കണ്ട. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വരിക. അപ്പം അവര് ദൈവത്തിന്റെ കോപ ദിവസത്തിലേക്ക് കോപം ചരതിച്ചു വെച്ചുകൊണ്ടേയിരിക്കും. ചിലരുണ്ട് പറയും, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവം കാണുന്നൊന്നും ഇല്ലായിരിക്കുമെന്നല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം.
അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കാണിക്കുമ്പം ദൈവം ഇത് കണ്ണടച്ച് വെച്ചേക്കുവാന്ന് പറയും. പക്ഷെ എന്തുവാ ചെയ്യുന്നത്? ഇവിടെ കോപ ദിവസത്തിലേക്ക് ദൈവം കോപം ചരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അവനവന് ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കും. അപ്പം നമ്മള് ഓരോരുത്തരും ഓരോരുത്തരും ആ ദൈവത്തിന് ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ടവരും. എന്തിനൊക്കെയാ നമ്മള് ദൈവം ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തി, ഏതൊക്കെ പ്രവൃത്തി മാത്രമല്ല, ചിന്തകൾക്ക് പോലും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമോ. അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല, നമ്മൾ പണ്ട് ഇങ്ങനെയൊക്കെ നടന്നവരായിരുന്നു. നമ്മൾ അതെല്ലാം വിട്ടുകളഞ്ഞ് ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവെച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ, പുതിയ രാജ്യത്ത് പുതിയ ഭരണാധികാരി ആയപ്പോൾ ആ ഭരണാധികാരിയുടെ സ്വഭാവത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കണം. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അപ്പൊ അവര് അജ്ഞാന നിമിത്തം മന്ദബുദ്ധികളായിരുന്നു, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ വ്യർത്ഥ ബുദ്ധികളായി അവര് തീർന്നു പോയിരിക്കുകയാണ് ചെയ്തത്. നമ്മൾ മന്ദബുദ്ധികളാണ് ശരിക്കും, കാരണം ബുദ്ധി ഉണ്ടെങ്കിലും അത് മന്ദത പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവര് അങ്ങനെ നടക്കുന്നു. പക്ഷെ നമ്മളെ കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല. 4:20 നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. അപ്പം നമ്മൾ മുമ്പ് കണ്ട് ക്രിസ്തുവിൽ നിന്ന് നാം വളർച്ച പ്രാപിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ക്രിസ്തുവിൽ നിന്നില്ലാത്തവരുടെ ആ സ്വഭാവം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ടിട്ട് അവനിൽ നിന്ന് ഉപദേശം പഠിച്ചവരാ. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ പഠിച്ചത്. അപ്പൊ അങ്ങനെയൊന്നും അല്ല. നമ്മള് മറ്റുള്ള ജാതികളെ പോലെയല്ല. നമുക്ക് പ്രത്യേകതയുണ്ട്. നമുക്ക് എന്താ പ്രത്യേകത? നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടത് മാത്രമല്ല, നാം ക്രിസ്തുവിൽ നിന്ന് ഉപദേശം കേട്ടു, ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചു, അല്ലേ? ഉപദേശം ലഭിച്ചു എങ്കിൽ അവനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. കേൾക്കുന്നതും ഉപദേശം ലഭിക്കുന്നതും പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? നമ്മൾ വചനം വായിക്കും, ചിലപ്പം 2-3 പ്രാവശ്യം വായിക്കും. പക്ഷെ ആ വചനം ഒന്ന് ബൈഹാർട്ടായിട്ടൊന്ന് പഠിച്ചു നോക്കിയേ, വ്യത്യാസമുണ്ട്. ബൈഹാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ആ വചനവുമായിട്ട് ഇരുന്ന് ഇച്ചിരി കുറച്ചു നേരം ഒന്ന് ധ്യാനിച്ചു നോക്കിയേ, അതിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പഠിക്കുക ചെയ്യുന്നത്. ഉപദേശം കേൾക്കുക, നമ്മൾ ഹൃദയത്തിൽ സംഹരിച്ചു. പക്ഷേ അത് ഉപദേശം കേട്ടിട്ട് അതൊന്ന് പഠിച്ചു നോക്കിയായിരുന്നു. അപ്പം നമ്മൾ പഠിക്കുന്ന ആരെയാ? ക്രിസ്തുവിനെയാ പഠിക്കേണ്ടത്. നമ്മൾ ക്രിസ്തുവിന്റെ പാഠശാലയിലായിരിക്കുക ചെയ്യുന്നത്. നമ്മൾ വേറെ ആരെയല്ല പഠിക്കേണ്ടത്, നമ്മൾ ക്രിസ്തുവിനെയാ പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നു, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനൊന്നും കേട്ടിട്ടില്ലല്ലോ. എന്തുവാ ക്രിസ്തുവിലുള്ളത്? സത്യമാ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളിലും സത്യം മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചു എങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളൊന്നും അല്ല കേട്ടെ. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ എന്തുവാ കേട്ടത്? കർത്താവ് പറഞ്ഞ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പം ആ ദൈവത്തിന്റെ സത്യത്തിന്റെ ആ ഒരു ദൃശ്യാവിഷ്കാരണമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അങ്ങനെയൊന്നും അല്ല കേട്ടത്. ക്രിസ്തുവിലും വഞ്ചനയോ ചതിയോ അസത്യമോ ഒന്നുമില്ല, പോഷകോ ഒന്നുമില്ല, അല്ലേ? ദൈവത്തിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. പോഷക പറയാൻ ദൈവം മനുഷ്യനല്ലെന്നാ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പറയുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്ന ആരെയാ? ക്രിസ്തുവിനെയാ പഠിക്കുന്നത്. അപ്പം ക്രിസ്തുവിൽ സത്യമാണ് ഉള്ളത്. അപ്പൊ ക്രിസ്തുവിൽ പഠിക്കുന്നവര്, നമ്മൾ പഠിക്കുന്ന തന്നെയല്ലേ നമ്മുടെ മക്കള് കുഞ്ഞിലെ ആയിരിക്കുമ്പോഴേ മാതാപിതാക്കൾ എന്തോ പറയുന്നത് അവർ കേട്ട് പഠിക്കും, അത് അനുകരിക്കും, അല്ലേ? സ്കൂളിൽ പോകുമ്പം ആദ്യം അവർ ടീച്ചേഴ്സിനെ അനുകരിക്കാൻ നോക്കും. കുറച്ച് കഴിയുമ്പം ടീച്ചേഴ്സിനെയൊക്കെ വിട്ടുമാറി ഇച്ചിരിയും കൂടെ പക്വതയാകുമ്പോഴത്തേക്ക് അവരെ ഫ്രണ്ട്സിനെ അനുകരിക്കാൻ നോക്കും. അപ്പോഴാണ് മൊത്തം തെറ്റിപ്പോകുന്നത്. മാതാപിതാക്കളെ അനുകരിച്ചാലും ടീച്ചേഴ്സിനെ അനുകരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട്സിനെ അനുകരിക്കാൻ നോക്കുമ്പോഴാണ് മൊത്തം തെറ്റിപ്പോകുന്നത്. അപ്പം നമ്മൾ അനുകരിക്കേണ്ടത് ആരെയാണ്? ക്രിസ്തുവിനെ. നിങ്ങൾക്ക് അനുകരിപ്പാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്തുടരുവാൻ ഞാനൊരു മാതൃക വെച്ച് തന്നേക്ക്, ഒരു ദൃഷ്ടാന്തം വെച്ച് തന്നേക്ക് എന്നാ കർത്താവ് പറഞ്ഞിട്ട് പോയതല്ലേ. അപ്പം നമ്മുടെ ആ പരിശുദ്ധി, ദൈവത്തിന്റെ പരിശുദ്ധി ലോകത്തിൽ കാണിച്ചു തന്നത് ക്രിസ്തു, അല്ലേ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തില്
ദൈവത്തെ ദൈവമെന്ന് പറഞ്ഞവർ വിളിച്ചിരുന്നു. പക്ഷെ ദൈവത്തിന്, മോശയ്ക്ക് പോലും ദൈവത്തെ കാണാൻ പറ്റിയില്ല. ഒരു നിഴല് മാത്രം, ഒരു മഹത്വം മാത്രമേ മോശയ്ക്ക് കാണുവാനായിട്ട് പറ്റിയുള്ളൂ. അല്ല, ദൈവത്തിന്റെ കുറെ സ്വഭാവ ഗുണങ്ങൾ മാത്രമേ ദൈവത്തെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ടവർ മരിച്ചു പോകും. അങ്ങനെ ആരും നേരത്തെ ദൈവത്തെ കണ്ടിട്ടില്ലാതിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ, ആ ദൈവരൂപത്തിലിരുന്നവൻ ദൈവമായി ഈ ലോകത്തിലേക്ക് വന്നു. ആ മനുഷ്യനായി വെളിപ്പെട്ട ദൈവത്തെ കാണുവാനായിട്ട് കഴിഞ്ഞു. ദൈവത്തിന്റെ എല്ലാ സ്വരൂപങ്ങളും, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. അപ്പം ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. അപ്പം നമ്മള് കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വന്ന് ജഡത്തിൽ മനുഷ്യനായി, ദൈവം ആയിരുന്നവൻ മനുഷ്യനായി വെളിപ്പെട്ട് ഇവിടെ വന്നു. ക്രിസ്തു അപ്പം ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് ക്രിസ്തു എന്നുള്ളത്. അപ്പം നമ്മൾ യോഹന്നാന്റെ 1 യോഹന്നാൻ 5 അധ്യായം 19, 20 പറയുന്ന നാം യേശുക്രിസ്തുവിലായിരിക്കുന്നതുകൊണ്ട് നമ്മിൽ സത്യമാണ്. സത്യത്തിൽ ജീവിക്കുന്ന നാം സത്യത്തിലാണ് നടക്കേണ്ടത്. നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 5:19. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ, അവന്റെ പുത്രനായ ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പൊ സത്യത്തിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്തുവിലായവർ സത്യത്തിലാണ് ജീവിക്കേണ്ടത്. ജീവനും സത്യവും വഴിയുമായ ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പഠിച്ചതാരെയാണ്? ക്രിസ്തുവിനെയാണ് പഠിച്ചത്. ക്രിസ്തു ദൈവഭക്തിയുടെയും വിശുദ്ധീകരണത്തിന്റെയും അനുസരണത്തിന്റെയും ഒക്കെ മൂർത്തിഭാവം. അനുസരണം കാണിച്ചു. എവിടെ വരെയാണ് അനുസരണം കാണിച്ചത്? ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തു. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ട്, ഇതാ ഞാൻ നിനക്ക് വേണ്ടി പോകാമെന്ന് പറഞ്ഞ് മനുഷ്യ സാദൃശ്യത്തിലാക്കി വന്ന കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനെ പോലെ ജീവിച്ചു എന്ന് മാത്രമല്ല, ക്രൂശില മരണത്തോളം ദൈവത്തിന് അനുസരണമുള്ളവനായി തീർന്ന ദൈവം. അപ്പൊ നമ്മള് ക്രിസ്തുവിനെ കാണേണ്ടത് ദൈവഭക്തി പഠിക്കണം, വിശുദ്ധീകരണം പഠിക്കണം. അശുദ്ധമായതൊന്നും കർത്താവിന്റെ അടുക്കലേക്ക് വന്നില്ല, അല്ലേ? ആ അനുസരണം പഠിക്കണം. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കണം, സത്യം പഠിക്കണം, വിശുദ്ധി പഠിക്കണം, ദൈവഭക്തി പഠിക്കണം, അനുസരണം പഠിക്കണം. ഇതെല്ലാം നാം പഠിക്കണം. ഇത് പറഞ്ഞ അവനെക്കുറിച്ച് കേട്ടു. അവനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാ കേട്ടത്? വിശ്വാസത്തിന്റെ വചനത്തിന്റെ കേൾവിയാൽ. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പം വിശ്വാസത്തിന്റെ വചനത്തിന്റെ കേൾവിയാലാണ് നാം കർത്താവുമായി ഒരു ബന്ധത്തിലായി തീർന്നത്. അപ്പം നാം ദൈവവചനം, എഴുതപ്പെട്ട ലിഖിതമായ ദൈവമാകുന്ന വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനമാകുന്ന ക്രിസ്തുവിനെ നാം ക്രിസ്തുവുമായ ഒരു ബന്ധത്തിലായി തീർന്ന വചനത്തിലൂടെയാണ്. വചനത്തിന്റെ കേൾവിയാലാണ് നാം ക്രിസ്തുവിനെ കാണുവാനായിട്ട്. എന്നിട്ട് പറയുന്നു, അവനെ കുറിച്ച് കേട്ടു, അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചു. നാം ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലായി, നാം ക്രിസ്തു നമ്മിൽ വസിക്കുന്ന അവസ്ഥയിലായി, നാം ക്രിസ്തുവിൽ വസിക്കുന്ന അവസ്ഥയായി. കൊമ്പ് മുതലി വള്ളിയിൽ വസിക്കുന്നത് പോലെ നാം ക്രിസ്തുവിലും അവൻ നമ്മിലും, ക്രിസ്തു നമ്മിലും വസിക്കുന്ന അവസ്ഥയിലായി തീർന്നു. നമ്മൾ ഈ വചനമെല്ലാം പഠിച്ചിട്ട് കുറെ ഹെഡ് നോളജ് ആക്കി അല്ല ചെയ്യുന്നത്. ആ ജ്ഞാനമൊക്കെ നമ്മുടെ പ്രവൃത്തിയിൽ വരണം. ഒരു ചാണിങ്ങനെ തലേന്ന് താഴോട്ട് ഹൃദയത്തിലോട്ട് വന്നു കഴിഞ്ഞാലേ അവിടെ പരിജ്ഞാനമായി മാറത്തുള്ളൂ. അവിടെ ക്രിസ്തു നമ്മൾ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്തു നടക്കുന്നത് പോലെ നടക്കും, ക്രിസ്തു പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കും, ക്രിസ്തു പറയുന്നത് പോലെ പറയും. ഓരോരുത്തരോട് നിങ്ങൾ ഇങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയണം. നിങ്ങളുടെ വാക്ക് കൃപയോടുകൂടിയുള്ളതും ഉപ്പിനാൽ രുചി വരുത്തിയതുമാകട്ടെ. ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്നാ പറയുന്നത്. അപ്പൊ ക്രിസ്തു പറയുന്നത് പോലെ പറയണം. ഒരേ ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും ഒരേ ദ്വാരത്തിൽ നിന്ന് കയ്പും പുറപ്പെടുകയില്ല. നമ്മൾ പറയുന്ന വാക്കു മുതൽ ചെയ്യുന്ന പ്രവൃത്തി വരെ, ഉള്ളിലെ ചിന്ത വരെ ക്രിസ്തുവിന് അനുരൂപമായിരിക്കണം. അപ്പം ആ ക്രിസ്തു
നടന്നതുപോലെ നടക്കും, ക്രിസ്തു സംസാരിക്കുന്നത് പോലെ സംസാരിക്കും, പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. നിങ്ങൾ ക്രിസ്തുവിനെ പഠിച്ചു, നമുക്ക് പിന്തുടരുവാൻ ക്രിസ്തു നല്ലൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. നാം വചനം പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെയാണ് നാം ക്രിസ്തുവിന്റെ അനുരൂപതയിലോട് എത്തുന്നത്. വചനപഠനം, പ്രാർത്ഥന, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മെ ക്രിസ്തുവിന് അനുരൂപതയിലായിട്ട് എത്തിക്കാനായിട്ട് കഴിയും. നമ്മൾ എവിടെയായിരിക്കുകയാണ്? ക്രിസ്തുവിന്റെ പഠനശാലയിലാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പാഠശാലയിലാണ് നാം ആയിരിക്കുന്നത്. അപ്പൊ ഓരോ ദിവസവും നാം ക്രിസ്തുവിനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ലോകത്തിന്റെ കുറെ ജ്ഞാനങ്ങളല്ല പഠിക്കുന്നത്, എന്നും നമ്മൾ ക്രിസ്തുവിനെയാണ് പഠിക്കുന്നത്, അല്ലേ? എത്രത്തോളം പഠിക്കണം? അത് പഠിച്ചു തീരുന്നത് വരെ. അത് പഠിച്ചു തീരത്തില്ല. ക്രിസ്തു എന്ന് പറയുന്ന പരിജ്ഞാനത്തിന്റെ കലവറ. അതിന് ഒരു ഇതും ഇല്ല, ലിമിറ്റേഷനൊന്നുമില്ല. അത് അപരിമിതമായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അത് പഠിച്ചു തീരാൻ നോക്കത്തില്ല. അത് പഠിച്ചു തീരുന്നത് വരെ അങ്ങ് പഠിക്കുക. ഇനിയിപ്പോൾ അത് പകുതിക്ക് വരെയൊന്നും നിർത്തണ്ട. നമുക്കിപ്പം ഈ ഏറ്റവും PhDക്ക് പഠിക്കണമെങ്കിൽ അതിനൊരു സിലബസ് ഉണ്ട്. അത്രയും പഠിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ക്രിസ്തുവിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ സിലബസ് ഒന്നുമില്ല. ഉണ്ട്, സിലബസ് ഉണ്ട്, ഇതുണ്ട്. പക്ഷെ അത് എപ്പോൾ പഠിച്ചു തീരുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പം നാം ക്രിസ്തുവിനെ അറിഞ്ഞു എങ്കിൽ അവനെ പഠിക്കണം. പഠിക്കുക മാത്രമല്ല, അവനോട് കൂടെ ജീവിക്കണം. ക്രിസ്തു നമ്മോട് സംസാരിക്കുന്നത് നാം കേൾക്കണം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു ചെവിയിൽ കൂടെ കയറി മറ്റേ ചെവിയിലല്ല പോണ്ടത്. ഒരു ചെവിയിൽ കൂടി ഹൃദയത്തിൽ ഇറങ്ങണം. അത് നമ്മുടെ ഓരോ അവയവങ്ങളിലും പ്രതിഫലിക്കണം. വാക്കില്, കണ്ണില്, ചിന്തകളില്, നടപ്പില്, എല്ലാത്തിലും ഈ ഉള്ളിൽ ചെന്നത് പുറത്ത് പ്രവർത്തിക്കണം. ഓരോ അവയവങ്ങളിലൂടെയും അത് പുറത്തു വരികയാണ് ചെയ്യേണ്ടത്. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. രാത്രി ഉറങ്ങുമ്പോഴും ക്രിസ്തു വേണം, രാവിലെ എഴുന്നേൽപ്പോഴും ക്രിസ്തു വേണം. എപ്പോഴും ക്രിസ്തു ഇല്ലാതെ ഒരു നിമിഷവും വേണ്ട. എവിടെ പോയാലും ക്രിസ്തുവിനെ കൂടെ കൊണ്ടുപോയാൽ ഒരു കുഴപ്പവും. വേറെ മറ്റുള്ളവർക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലും കൊണ്ട്. കഴിഞ്ഞ ആഴ്ച 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരാൾ സർജറിക്ക് പോയി. ഞാൻ പറഞ്ഞ് ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് പോക്കാൻ. ഓപ്പറേഷൻ തിയേറ്ററിലും കർത്താവ് എന്ന്, വേറെ ആർക്കും പോകാനൊക്കത്തില്ലായിരുന്നു. പക്ഷെ അവിടെയും കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് സ്ഥലത്തും കൂരിട്ടായാലും ക്രിസ്തുവില്ലാത്ത സ്ഥലം ഒന്നുമില്ല. അപ്പം ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോയാൽ മതി. എവിടെ പോകണമെന്ന് വെച്ചാലും. അത് നമ്മളിപ്പം ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് പോയാൽ മതി. കാരണം ഒരു ദേവദാസൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്ന കേട്ട്, തൻ്റെ ഭാര്യയും മോളുമൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പം പറഞ്ഞു വിടും, നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങൾ ഉടുത്തിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കുന്നത് മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒന്നും എടുത്തുകൊണ്ട് വരണ്ടെന്ന് പറയും. അപ്പം ഷോപ്പിംഗ് മുകളിലും കൂടെ നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും വരികയില്ല. കർത്താവിനെ എവിടെ വേണേലും വിളിച്ചുകൊണ്ട് പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷെ വിളിച്ചുകൊണ്ട് പോയാൽ പോരവല്ല, പറയുന്ന കേൾക്കുകയും കൂടെ വേണം. അപ്പം നമ്മൾ ക്രിസ്തുവിനെ കൂടെ വിളിച്ചുകൊണ്ട് പോയാൽ ഒരു കുഴപ്പമില്ല. എന്തോ ചെയ്യുന്നത്? നമ്മൾ ക്രിസ്തുവിന്റെ പാഠശാലയിലായിരിക്കുന്നത്. ഇപ്പം പാഠശാല എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ പോലെ അന്നത്തെ കാലത്ത് ഒരു ഗുരുവിനോട് കൂടെ ആയിരിക്കുന്നത്, അല്ലേ? ഗുരു പറയുന്നത് കേൾക്കും, ഗുരു ചെയ്യുന്നത് കാണും, ഗുരുവിനോട് കൂടെ കുക്ക് ചെയ്യും, ആ ഗുരുവിന്റെ ആ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങും. അപ്പം ഗുരുവിനെ പഠിക്കുക ചെയ്യുന്നത് അവരല്ലേ. അന്നൊന്നും ഒരു സിലബസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴും പറയുന്ന ആ ഒരു പാഠശാലയിലാണ് നാം ആയിരിക്കുന്നത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ എല്ലാ നിലകളിലും ക്രിസ്തുവിനെ പഠിക്കുന്നവർ ആയിത്തീർന്നു. അപ്പം ക്രിസ്തുവിനെ കൂടെ കൊണ്ടുപോയാൽ എല്ലാ സമയത്തും ക്രിസ്തുവിനെ പഠിക്കുവാനായിട്ട് കഴിയും. ക്രിസ്തുവിനെ വിട്ടിട്ട് എങ്ങും പോയേക്കരുത്. ക്രിസ്തുവിനെ വിട്ടിട്ട് പോയാൽ നമ്മൾ ദൈവത്തിന്റെ ജീവന് അകന്നു പോയിട്ട് മനം തഴമ്പിച്ച് പോകുന്നവരാകും. നമ്മുടെ എല്ലാ എന്താ പറയുന്നത്, ഇങ്ങനെ ഒരാൾ ഒരു സുവിശേഷം പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ എന്നെ ഒരു ഓർക്കുന്നില്ല, പേരൊന്നും ഓർക്കുന്നില്ല, നീ എന്നെ വെട്ടിമുറിച്ച് കളഞ്ഞാലും എൻ്റെ ഓരോ ഭാഗത്തു നിന്നും പറയും ദൈവം നിന്നെ സ്നേഹിക്കുന്നു പറയും. അപ്പൊ അങ്ങനെ നമ്മുടെ ഓരോ ഭാഗങ്ങൾ വെട്ടിമുറിച്ച് കളഞ്ഞാലും അവിടെ ഇരുന്നും കർത്താവ് സംസാരിക്കുന്നവരായി തീർന്നു. അപ്പൊ എല്ലാ അവയവങ്ങളിലും ക്രിസ്തു ഉണ്ടായിരിക്കണം. ഓരോ ശ്വാസത്തിലും ക്രിസ്തു ഉണ്ടായിരിക്കണം. ക്രിസ്തുവിനോട് കൂടെ നടക്കണം. അപ്പൊ ഇവിടെ വായിച്ചെങ്ങനെ, നിങ്ങളോ
യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവരിൽ നിന്ന് ഉപദേശം പഠിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. അപ്പൊ നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടേ ഇരിക്കുക, ക്രിസ്തുവിനെ പഠിക്കുക. ആരെ പഠിക്കാന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ പഠിക്കുക, ക്രിസ്തുവിന്റെ പാഠശാലയിലായിരിക്കും. അപ്പം ക്രിസ്തു നടന്നതുപോലെ നടക്കണം. അപ്പൊ ഇനി 22, 23, 24 വാക്യങ്ങൾ നമുക്ക് പോകാം. 22, 23, 24 ഞാൻ വായിക്കാം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുക. അപ്പൊ ക്രിസ്തുവിന്റെ പാഠശാലയിൽ നാം പഠിക്കുന്ന എന്ത്? മുമ്പിലത്തെ മനുഷ്യന്റെ നടപ്പ് പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് ആ ഉള്ളിലൊരു ആത്മാവ് വെച്ചിട്ടുണ്ട്. ആ ആത്മാവിന്റെ ഫലമായിട്ട് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അപ്പൊ ക്രിസ്തുവിനെ പഠിക്കും. ഞാൻ പറഞ്ഞു ക്രിസ്തുവിനെ കൊണ്ട് എല്ലായിടത്തും പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ക്രിസ്തുവിന് പോകുന്ന സ്ഥലത്തെ നമുക്ക് പോകാൻ ഒക്കത്തുള്ളൂ, ക്രിസ്തുവിനെ കൊണ്ട് പോകുമ്പോഴേ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിന്റെ പാഠശാല ആയിരിക്കുമ്പോൾ പലതിനെ ഉപേക്ഷിക്കണം. പഴയ മനുഷ്യനെ എന്തോ ചെയ്യണം? മുമ്പിലത്തെ ചതിമോകളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. എന്നിട്ട് ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കണം. എന്നിട്ട് പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം. ഇനി പഴയ മനുഷ്യന്റെ സ്വഭാവം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഇംഗ്ലീഷ് പറയുന്ന ലേ സൈഡ്, സ്ട്രിപ്പ് അവേ, സ്ട്രിപ്പ് ചെയ്ത് കളയണം. നമ്മൾ അത് മുഴുവൻ ഉപേക്ഷിക്കണം. അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. ചെളിയിൽ വീണ് കഴിയുമ്പം കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിക്കുന്നത് പോലെ മേലത്തെ വസ്ത്രം മാത്രം മാറ്റിക്കളയുകയല്ല, ശരീരത്തിലെ ചെളിയെല്ലാം മാറ്റിക്കളയുന്നില്ല. പഴയതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കണം. എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണം. പഴയ തുണികൾ അല്ലെങ്കിൽ കീറിക്കളയുന്നത് പോലെ ഉപയോഗശൂന്യമായത് നശിപ്പിച്ച് കളയുന്നത് പോലെ നാം ഉപേക്ഷിക്കണം. പൂർണ്ണമായും നാം ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഉരിഞ്ഞു കളയുക. നമ്മൾ കൊലോസ്യ ലേഖനം പഠിക്കുന്നുണ്ട്. 3-ാം അധ്യായം 9-ാം വാക്യം ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല, പിന്നെ നമ്മൾ വായിക്കാം. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. പ്രവൃത്തികളെയും ഉരിഞ്ഞു കളയണം. ആദമിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള യാത്ര വ്യത്യാസമുണ്ട്. പാപത്തിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും നാം മാനസാന്തരം ലഭിച്ച് ദൈവത്തിന് കീഴ്പ്പെടുന്ന അവസ്ഥ. ആദമിക നേച്ചറിൽ നിന്ന് ആദമിന്റെ സ്വഭാവം, പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് നമ്മൾ യാത്ര ആരംഭിച്ചുകൊണ്ടിരിക്കുക. അപ്പം പഴയതിനെയൊക്കെ വഴിയിലൊക്കെ ഉപേക്ഷിച്ച് കളയണം. പിൽഗ്രീം പ്രോഗ്രസ് അറിയാമല്ലോ. ഭാണ്ഡം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുതുകത്തൊരു ഭാരം ഇരുന്ന് വരുന്ന അങ്ങ് എത്തത്തില്ല. അതിനെയെല്ലാം വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞാൽ മാത്രമേ സുഖകരമായ ഒരു യാത്ര ശരിയാവുകയുള്ളൂ. അപ്പം ദൈവത്തിന് കീഴ്പ്പെട്ട ആ ജഡീകമായ സ്വഭാവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിന് ദാസനാകണം. ആത്മീകമായി നാം ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലാകുമ്പോൾ ആത്മീകമായ ജീവിതം നയിക്കണം. റോമാലേഖനം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: പഴയ മനുഷ്യനെ കുഴിച്ചിടണം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ആ അവസ്ഥയിലായി തീരണം. വായിക്കാം. 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അധിക സമയമില്ല, എന്നാലും പെട്ടെന്ന് ഞാൻ വായിച്ചു പോകാം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്നറിയുന്നില്ലയോ? അപ്പൊ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അതുകൊണ്ട് നാം എങ്ങനെ ചെയ്യുന്നത്? 6:7 മൊത്തം വായിക്കുന്നില്ല, 6:7. അങ്ങനെ മരിച്ചവർ, ക്രിസ്തുവിനോടുകൂടെ നാം മരിച്ചു, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പം പാപത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോചനം നമുക്ക് പ്രാപിക്കണം. എന്നാൽ മാത്രമേ ക്രിസ്തുവിലൊരു പുതിയ മനുഷ്യനായി ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ.
ഇനി നമ്മൾ രണ്ടാമത് പറയുന്നത് ഉള്ളിലെ ആത്മാവ് സംബന്ധമായിട്ട് പുതുക്കം പ്രാപിക്കണം. നമ്മൾ വെള്ളം ഇട്ടത് കൊണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ കളഞ്ഞത് കൊണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ധരിച്ചത് കൊണ്ടോ ഒന്നുമില്ല. പുറമേ ഉള്ള മോടിയല്ല വേണ്ടത്, അകമേയാണ്. റിന്യൂഡ് ഇൻ ദ സ്പിരിറ്റ്. അപ്പൊ ആ ഒരു മനസ്സ് പുതുക്കം, റോമലേഖനം 12:2 അങ്ങനെയല്ലേ പറഞ്ഞേ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പുറമേ കുറെ ഒന്നും വെള്ളം ഇട്ടത് കൊണ്ടൊന്നും നടക്കില്ല, അകത്ത മനസ്സാണ് രൂപാന്തരപ്പെടേണ്ടത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 2 Corinthians 10:5 ഇങ്ങനെ പറയുന്നു, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തെ പിടിച്ചടക്കുന്നു. അപ്പം പുറത്തതിനെ പിടിച്ചടക്കുക മാത്രമല്ല, അകത്തതിനെ പിടിച്ചടക്കണം. ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും വരമാറ്റം പറഞ്ഞു. ഞാൻ ഇവിടെ പറഞ്ഞു പ്രവൃത്തി, പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോടുകൂടെ ഉരിഞ്ഞു കളയണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 2 Corinthians പറയാം, ചിന്തകളെയും സങ്കല്പങ്ങൾക്ക് പോലും നമുക്ക് മാറ്റം വരണം. അതുപോലെ നാം ആയിത്തീരണം. നമ്മൾ ക്രിസ്തുവിന്റെ പാഠശാലയിലായിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യുന്നത്, കൊലോസ്യർ 3:1 പറഞ്ഞു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എവിടത്തെയാ നോക്കേണ്ടത്? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള ചിന്തപ്പിൻ, ഉയരത്തുനിന്ന് തന്നെ അന്വേഷിപ്പിൻ. കാരണം നാം നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടേണ്ടതാ. അപ്പൊ ഈ ലോകത്തിൽ ഇരിക്കുന്നത് പോലെ കരിഞ്ഞിരുന്നാൽ മതിയെങ്കിൽ ഗിരിലോകത്തിലേക്ക് നോക്കിക്കോ. തേജസ്സോടെ വെളിപ്പെടണമെങ്കിൽ മുകളിലുള്ളത് മാത്രം നാം മുകളിലുള്ളതിനെ അന്വേഷിച്ച് മുമ്പോട്ട് പോവുകയാണ് വരുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് നമ്മൾക്ക് ഉയരത്തിലുള്ളത് ചിന്തിപ്പാനായിട്ട് കൃപ തരുന്നു. ഉയരത്തുള്ളത് ആ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് നടപ്പാനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്നു. നമുക്ക് തന്നെ നടക്കാനായിട്ട് ഒക്കില്ല. അത് ദൈവീയ വഴികളിലൂടെ ഒരിക്കലും നമുക്ക് തന്നെ നടക്കാനൊക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിരുന്നിട്ട് ദൈവത്തിന്റെ വഴികളെ നമ്മെ പഠിപ്പിക്കുകയും ക്രിസ്തുവിന് അനുരൂപമായി നമുക്ക് നടക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. 1 Corinthians 2:11 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു പോകാം. മനുഷ്യനിലുള്ളത് അവനിലുള്ള മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. മനുഷ്യനുള്ളത് മനുഷ്യാത്മാവേ അറിയത്തുള്ളൂ. ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യൻ ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ ആത്മീകന്മാർക്ക് പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. പിന്നെ താഴെ പറയുന്നുണ്ട്, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. അപ്പൊ നാം ദൈവത്തിനുള്ളത് നാം മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാലാണ്. ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. പുറത്തു കുറെ മാറ്റം വന്നത് കൊണ്ട് ശരിയായില്ല, അകത്ത മാറ്റം പുറത്തു വരണം. അത് സത്യമാണ്. എങ്കിൽ തന്നെയും പുറത്തെ മാറ്റം വന്നില്ല. പുറത്ത് കുറച്ച് മാറ്റം വന്നാൽ കുറച്ച് കഴിയുമ്പോൾ അകത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ പൊട്ടിപ്പുറപ്പെടും, അല്ലേ? അപ്പൊ അകത്ത് മാറ്റം വന്നില്ലെങ്കിൽ പുറത്തും മാറ്റം വരുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നാം പഴയ വഴികളെയൊക്കെ ഉപേക്ഷിച്ച് പുതുക്കം പ്രാപിച്ച് പുതിയ മനുഷ്യനെ ധരിക്കണം. എങ്ങനെയുള്ള പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത്? മൂന്നാമത്തെ, പുതുമനുഷ്യനെ ധരിക്കണം. സത്യത്തിന്റെ ഫലമായി വിശുദ്ധിയിലും നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊടുക്കണം. അപ്പം ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. സകലവും കഴിഞ്ഞുപോയി. കുരുവൻ ക്രിസ്തുവിലാവൻ പുതിയ സൃഷ്ടിയാവുന്നു, സകലവും കഴിഞ്ഞുപോയി. അപ്പം നമ്മുടെ ക്രിസ്തുവിലുള്ള രക്ഷ നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുന്നു. നമ്മുടെ ഉള്ളിലെ ആത്മാവ് ഉള്ളപ്പോൾ നമ്മുടെ ഉള്ളിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. നാം ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവരായിത്തീരുന്നു. ആദമിന്റെ മക്കളായിരുന്നു നമ്മൾ ദൈവത്തിന്റെ മക്കളായിത്തീർന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ കുഞ്ഞുങ്ങൾ ജനിച്ച് കഴിഞ്ഞ് നമുക്കൊന്നും അറിയാത്തവരെന്ന് പറയും. ശരി, നമ്മൾ കുഞ്ഞുങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ അവർക്ക് ജനിച്ച ശേഷമല്ലല്ലോ അവയവങ്ങളൊന്നും ഉണ്ടാകുന്നത്. അവർക്ക് അവയവങ്ങളൊക്കെ
അവയവങ്ങൾ കൊണ്ടാണ് ജനിക്കുന്നത് അല്ലേ. ആ അവയവങ്ങൾ ഉപയോഗിച്ച് അവർ നടക്കുവാനായിട്ട് പ്രാപ്തരാകിയാ ചെയ്യുന്നത് അല്ലേ. ഓരോ അവയവങ്ങളും അവർ ആ ഒരു വളർച്ചയിലേക്ക് പിന്നെ പിന്നെ വരികയാ ചെയ്യുക. അതുപോലെ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിന്റെ DNA നമ്മളിലായി കഴിഞ്ഞു. അതിനെ നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ആത്മാവ്, കാരണം കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷമല്ല അവർക്ക് അവയവങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു ഉള്ളിൽ ജനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ DNA, നമ്മുടെ DNA മാറ്റം വരികയും ആ DNA നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തുവിന്റെ സ്വരൂപം നമ്മൾ ആയിത്തീരുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവുണ്ട്. അത് പ്രവൃത്തികളാൽ നമ്മെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ എങ്ങനെയായിത്തീരുന്നു? പഴയ മനുഷ്യന്റെ സ്വഭാവമല്ല, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ആ മനുഷ്യനെ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ടത്. ആ പുതു മനുഷ്യൻ എങ്ങനെയുള്ളവര്? നീതിയിലും വിശുദ്ധിയിലും. നീതിയിലും വിശുദ്ധിയിലെന്ന് പറയുമ്പോൾ നീതി മനുഷ്യരോടുള്ളതും വിശുദ്ധി ദൈവത്തോടുള്ളതും. അപ്പൊ മനുഷ്യരോടും നാം നീതിയിലായിത്തീരും, ദൈവത്തോട് നാം വിശുദ്ധിയിലായിത്തീരുക. നീതി ലഭിച്ചവർ, നമ്മളിനി നീതി ലഭിച്ചത്, നമ്മൾ ദൈവത്തോട് നീതിയല്ല കാണിക്കുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് നീതി ലഭിച്ചവരാണ്. അതുകൊണ്ട് ആ ലഭിച്ച നീതിക്കനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം നീതിയോടെ ജീവിക്കണം. സഹവിശ്വാസികളോടും സഹജീവികളോടും നാം നീതിയോടെ പെരുമാറുക. അതുകൊണ്ടല്ലേ വചനത്തിൽ പറഞ്ഞ നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയോടെ അനുസരിക്കും. രണ്ടാമത് എന്നാ പറയുന്നേ? നിന്റെ അയൽക്കാരനെ, അല്ലെ, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന ന്യായപ്രമാണത്തിൽ 2-ാം കൽപ്പന നാം പ്രമാണിക്കണം. അപ്പൊ നമുക്ക് പുതു മനുഷ്യനായി തീരുമ്പോൾ നീതിയിലും വിശുദ്ധിയിലും. ഇപ്പൊ റെസ്പോൺസിബിലിറ്റി നമുക്ക് മനുഷ്യരോടുമുണ്ട്, റെസ്പോൺസിബിലിറ്റി നമ്മൾ ദൈവത്തോടുമുണ്ട്. ആ മനുഷ്യരോടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നീതിയിൽ എല്ലാവരോടും നീതി പുലർത്തുന്ന ഒരവസ്ഥയായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട് നടക്കുന്നവരോട് നീതി പ്രവർത്തിക്കണമെന്നല്ല പറയുന്നത്. ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിച്ചതിനനുസരിച്ച്. അതുകൊണ്ടല്ലേ വചനത്തിലൊക്കെ പറയുന്നത് ക്രിസ്തുവിന് ഉചിതമാവണ്ണം കർത്താവ് നടത്തിയതുപോലെ കർത്താവിന്റെ ദാസന്മാരെ പോലെ എന്നൊക്കെ പറയുന്നത്. ലോകത്തിന്റെ ദാസന്മാരെ പോലെ അല്ല, നീതിയോടെ ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ നടക്കണമെന്ന്. ഇനി വിശുദ്ധി, സത്യം, നീതി, സഹജീവികളുടെ വിശുദ്ധി, ദൈവത്തോടുള്ള വിശുദ്ധിയിൽ നാം ജീവിക്കണം. അപ്പം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാം. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരും ദൈവത്തിന് കൊള്ളാവുന്നവരും ആകാനാണ് ശ്രമിക്കുന്നത് അല്ലേ? അല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായി തീരണം. ദൈവത്തിന് കൊള്ളാവുന്ന എന്താ? കുറച്ച് സഹായമൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി. അങ്ങനെയല്ല, ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായി തീരണം. അപ്പൊ പുതു മനുഷ്യനെ ധരിക്കണം. അകത്ത മനുഷ്യൻ രൂപാന്തരപ്പെട്ടതുപോലെ പുറത്തെ മനുഷ്യനും രൂപാന്തരപ്പെടണം. റോമാലേഖനം 12, ശരീരവും മനസ്സും ഒരുപോലെ രൂപാന്തരപ്പെടണം. അപ്പൊ നാം ഏതു മനുഷ്യനെയാ ധരിച്ചിരിക്കുന്നത്? ദൈവാനുരൂപമായി നീതിയിലും വിശുദ്ധിയിലും സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് അകത്ത മനുഷ്യനിലും ഒരു രൂപാന്തരം വരണം. പുതു മനുഷ്യനെ ധരിച്ചിരിക്കണം. ഗലാത്യലേഖനം 2:20 പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക, എന്നെ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് 25-ാമത്തെ വാക്യം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മള് ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഒഴിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നല്ലോ. കൊലോസ്യലേഖനം 3:9-10 വാക്യങ്ങൾ. ഇനി 5, 6, 7, 8 വാക്യങ്ങൾ വായിച്ചിട്ട് നിർത്താം. ആകയാൽ ദുർനടപ്പ് ഉപേക്ഷിച്ച് അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയെ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നാമും അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായെന്നുള്ള ദൂഷണം, ദുർഭാഷണം ഒക്കെ ഉപേക്ഷിച്ച് വിട്ടുകളഞ്ഞിട്ട് എന്തോ ചെയ്യണം? ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളണം. അപ്പം നാം പഴയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവന്റെ പ്രവൃത്തികൾ പോലും നമ്മുടെ കയ്യിൽ കാണാനായിട്ട് പാടില്ല. ആ അകത്ത മനുഷ്യൻ രൂപാന്തരപ്പെടുമ്പോൾ പുറത്ത മനുഷ്യനിലും പ്രവൃത്തി കാണും. ദൈവത്തിന്റെ വചനം ഉള്ളിൽ നിറയുമ്പോൾ നാം പരിജ്ഞാനം പ്രാപിക്കുമ്പോൾ പരിജ്ഞാനത്തിന് ഫലമായി പ്രവൃത്തിയും കാണും.
സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പൊ നാം പഴയ മനുഷ്യനെയൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞ് ആ ദൈവത്തിൽ സത്യാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ, സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ച് മുമ്പോട്ട് പോകണം. നമ്മൾ ഓരോ ദിവസത്തെയും വചനധ്യാനം നമ്മെ അതിന് ഇടയാക്കി തീർക്കട്ടെ. ഇതിന് മുമ്പേ പറഞ്ഞതുപോലെ കുറച്ച് വചനങ്ങൾ കുറേ അങ്ങ് കേട്ട് ഹെഡിന്റെ നോളജ് അല്ല വരേണ്ടത്. അത് ഹൃദയത്തിലോട്ട് ഒരു 2 ചാണൂടെ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് അത് ഹൃദയത്തിൽ വസിക്കണം. ഹൃദയത്തിൽ അത് പരിജ്ഞാനമായി അത് പുറത്തു വരണം, അത് പ്രവൃത്തിയായി പുറത്തു വരണം. നാം പോഷ്കെല്ലാം ഉപേക്ഷിച്ച് പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞിട്ട് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കപ്പെട്ടവരാണ്. ഒരുവൻ ക്രിസ്തുവിലാവേ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കുറച്ച് കഴിഞ്ഞു പോയെന്നാണ് പറയുന്നത്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. അതുകൊണ്ട് നമ്മൾ പഴയതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ മനുഷ്യന്റെ സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.